വയനാട് മേപ്പാടി മുണ്ടക്കയിൽ വൻ ഉരുൾപൊട്ടലുണ്ടായി. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയത്. എന്റെ മകള് ഇവിടെ പഠിക്കുകയാണ്. അവിടെ ആരുമില്ല. ഞങ്ങളെ കഷ്ടങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. ഞമ്മ എന്ത് പാവം ചെയ്തിട്ടുണ്ട് ഈ നാട്ടിൽ. വർഷം ഞാൻ US പോവാൻ പേടിക്കണ്ട. 3 ദിവസമായി മരിച്ചുപോയി നമുക്ക് പോവാം, ഒപ്പം എല്ലാവർക്കും പോവാം എന്ന് കെട്ടിപ്പിടിച്ചിരുന്നു രാവിലെ വരെ. ആരോടെങ്കിലും പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെട്ടു. ഹലോ സുഹൃത്തുക്കളെ, വയനാട്ടിലേക്കുള്ള സഹായങ്ങൾ ഒരുപാട് ചെല്ലുന്നുണ്ട്. ഇനി നമ്മൾ ചർച്ച ഒന്ന് തിരിച്ചുവിടേണ്ട സമയമായിട്ടുണ്ട്. ഇനി നമ്മൾ എത്രയും പെട്ടെന്ന് ഈ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു ചെറിയ സംഖ്യയാണ് ഉണ്ടാവുന്ന പോലെ ഇനിയും വേണ്ടി വന്നാൽ സഹായിക്കും. എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. ഞാൻ പാക്ക് ചെയ്യും, നിങ്ങൾ പാക്ക് ചെയ്യും, നിങ്ങൾ പാക്ക് ചെയ്ത് ഇഷ്ടമുള്ള ഏത് ഒരു വില നോക്കണ്ട. ഞാൻ മാറി നിൽക്കാം. നമ്മുടെ കോച്ചേട്ട് ഹൗസിനേക്കുള്ള ഒരു 100 കുടുംബത്തിനുള്ള വീട് വെക്കാനുള്ള സ്ഥലമാണ്. പല മേഖലയിലുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഒരുമിച്ചുകൊണ്ട് ഇവിടെ മൊബൈൽ നഷ്ടപ്പെട്ടവർക്ക് മൊബൈൽ കൊടുക്കുക, അതോടൊപ്പം തന്നെ സിം കാർഡും സൗജന്യമായിട്ട് മൊബൈലും സൗജന്യമായിട്ട് കൊടുക്കുക. ഞങ്ങൾ സ്ട്രീമേഴ്സിനെ കൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പറ്റുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കേരളത്തിലെ എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്ത് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 8 ലക്ഷം രൂപയാണ് ഈ 3 മണിക്കൂർ. ഇത് നമ്മൾ ഈ താറ് നിറച്ച് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ട് എല്ലാം നാളെ നമ്മൾ വയനാട്ടിൽ എത്തിക്കുന്നതായിരിക്കും. മെയിനായിട്ട് ഞാൻ നിങ്ങളിത് കാണിക്കാൻ വേണ്ടിയല്ലേ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഈ താർ ഉൾപ്പെടെ നാളെ വയനാടിന് വേണ്ടി കൊടുക്കുകയാണ്. നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ വണ്ടി ഉപയോഗിക്കുക. നിങ്ങൾ വെള്ളത്തിലിറക്കുമോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് കംപ്ലൈൻറ്റ് വന്നാലും ഞാൻ നോക്കിക്കോളാം, ഒരു കുഴപ്പമില്ല അതിന്. നാളെ എൻ്റെ കല്യാണമാണ്. പക്ഷേ വയനാട്ടിൽ ഈ ഒരു ദുരന്തത്തിൻ്റെ ഇടയിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ലാതെ നിൽക്കുക. അപ്പോൾ നമ്മളെക്കൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്കുള്ള അർജൻറ്റായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എത്തിക്കാം. ഒരു 100 എടുക്കുകയാണെങ്കിൽ ഒരു 2 3 അത്രയേ ഉള്ളൂ നെഗറ്റീവ് നോക്കുന്നത് മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോഴും അവിടെ എത്രയും വേഗം എത്തിച്ചേരുക. ഒരു കുഞ്ഞിനെങ്കിലും ഒരു കുഞ്ഞിന് നമുക്ക് പാലൂട്ടാൻ കഴിയും. വൈഫിനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ വൈഫ് പിന്നെ എന്നോട് ഇങ്ങോട്ട് തന്നെയാണ് അവളാണ് ഇങ്ങോട്ട് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ മകളുണ്ടല്ലോ, പിന്നെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ സന്നദ്ധതാണെന്ന് അവ അറിയിച്ചത്. രജീഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സുഹൃത്തുണ്ടായിരുന്നു. കുറേ ആളുകളെ ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെടുത്തി പോയിട്ട് അവൻ്റെ അത് പോകണ്ടെന്ന് പറഞ്ഞാൽ ഒരു മല കയറി അവൻ ഭംഗി ആൾക്കാർ കുടുങ്ങി കിടക്കുന്നത് ഭാഷയായിട്ടും ഞാൻ എന്തായാലും പോകും, നിങ്ങൾ ആരും എന്നെ തടഞ്ഞു നിർത്തണ്ട എന്ന് പറഞ്ഞിട്ട് പോയതാണ്. ജീപ്പിലാണ് പോകുന്നത് അല്ലേ? അവൻ വണ്ടി എടുത്ത് കുറേ ആൾക്കാരെ അക്കരെ കടത്തി. പിന്നെ അവൻ ഒറ്റയ്ക്ക് തെറ്റായിട്ടും ഇഷ്ടംപോലെ ആൾക്കാരെ കഴിച്ചിലാക്കിയിട്ട് പിന്നെ അവസാനത്തെ 3ാമത്തെ ചൂരമല പാലത്തിലേക്ക് എത്താൻ പറ്റിയില്ല. ചൂരമലക്ക് വരാൻ കുറേ പേരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വണ്ടി കൊണ്ട് വരിക. പക്ഷേ അതിന് മുന്നിൽ വണ്ടി അടക്കം അവനെ എടുത്തുകൊണ്ട് വരിക.